തലസ്ഥാന നഗരിയിൽ 2 ദിവസമായി നടന്ന മഹിമ ക്രിസ്മസ് പോപ്പ്-അപ്പ് ബസാർ 2024 ശ്രദ്ധേയമായി. മഹിമ ചാരിറ്റിയും പാലിയം ഇന്ത്യയും സംയുക്തമായാണ് ബസാർ സംഘടിപ്പിച്ചത്. കവടിയാർ സാൽവേഷൻ ആർമി ജോൺസൺസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മഹിമ ക്രിസ്മസ് ബസാർ 2024 കടന്നുപോയത്. പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് പകർന്നു നൽകുന്നതിനുമപ്പുറമായി ഒരു വലിയ സന്ദേശം കൂടി മഹിമയുടെ ക്രിസ്മസ് ബസാർ നൽകി. കഴിഞ്ഞ 8 തവണയും ബസാർ വിജയകരമായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളി ശനി ദിവസങ്ങളിലാണ് ബസാർ നടക്കുക. ഞാനൊരു ജ്വല്ലറി ഓണറായിരുന്നു, ജ്വല്ലറി ബുട്ടീക്ക് ഓണറായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാനിത് കരുതുന്നത്. ഞാൻ ഒരുപാട് കഷ്ടങ്ങൾക്ക് ശേഷമാണ് എസ്റ്റാബ്ലിഷ് ആയത്. അപ്പോൾ ഒരു വുമൻ ഓൺടർപ്രനറിന് എന്തെല്ലാം തടസ്സങ്ങൾ വരും, എന്തെല്ലാം പ്രോഗ്രസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ സോ മെനി തിങ്സ് യു വാണ്ട് ടു ലേൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുത്താൽ വി ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ദ സ്റ്റാർട്ടപ്പ് വുമൻ ഓൺടർപ്രനേഴ്സ്. അങ്ങനെയാണ് ഒരു ചെറിയ ഒരു 5 ഓൺടർപ്രനേഴ്സിനെ വെച്ചിട്ട് തുടങ്ങിയതാണ് മഹിമ 9 years ബിഫോർ. 50-ലധികം വനിതാ സംരംഭകരാണ് തങ്ങളുടെ ഉൽപ്പന്നവുമായി മേളയിൽ അണിനിരുന്നത്. മഹിമയോടൊപ്പം പാലിയം ഇന്ത്യയും ബസാറിൽ പങ്കാളിയായി. കിടപ്പ് രോഗികളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുമായ ആളുകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പാലിയം ഇന്ത്യ മേളയിൽ എത്തിച്ചത്. ഇവിടെ ഈ കാണാവുന്ന ഈ പ്രോഡക്ട്സ് മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നവർ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, വീൽ ചെയറിലിരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ റീഹാബ് ചെയ്യുക. കാരണം ചിലപ്പം ബ്രെഡ് വിന്നർ ആയിരിക്കും വീടിൻ്റെ, അവർക്ക് വേറെ മാർഗമില്ല, എങ്ങനെയെങ്കിലും വീട് നടത്തിക്കൊണ്ട് പോകണ്ടേ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഫുഡ് കിറ്റ്സ് കൊടുക്കുക, മെഡിസിൻസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമെങ്കിലും അത് മാത്രമല്ലല്ലോ ജീവിതം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത്, അവർക്കൊരു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു റീഹാബ് എക്സ്പോ ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. കാരണം ഇതിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത് പാർട്ട് ഓഫ് ഞങ്ങളുടെ മിഷൻ ആണ്. തികച്ചും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മേള കടന്നുപോയത്. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നതിനുമപ്പുറം ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തുക എന്ന സന്ദേശവും പോപ്പ്-അപ്പ് ബസാർ പകർന്നു നൽകി. ജനം, തിരുവനന്തപുരം.